ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അക്യുസാറ്റീവ് എന്താണെന്ന് പഠിക്കാം. സോ ലെറ്റ്സ് ഗോ. അക്യുസാറ്റീവ് നമ്മൾ നൊമിനാറ്റീവ് നേരത്തെ പഠിച്ചല്ലോ, അതുപോലൊരു കേസാണ് അക്യുസാറ്റീവ്. അക്യുസാറ്റീവിൻ്റെ ഫ്രാഗെ വേർഡ്സ് ആണ് വെയിൻ und വാസ്. വെയിൻ und വാസ് അർത്ഥം ആരെ, എന്തിനെ അല്ലെങ്കിൽ എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ബൈഷ്പീൽ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ഇഷ് കൗഫെ ഐൻ ഔട്ടോ. ഇഷ് കൗഫെ ഐൻ ഔട്ടോ അതിനർത്ഥം ഐ ബൈ എ കാർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രാഗെ വേർഡ്സ് നമ്മൾ ഈ സെൻറ്റൻസിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ സെൻറ്റൻസിൽ എവിടെ അപ്ലൈ ചെയ്യുന്നത്? വെർബിൽ അപ്ലൈ ചെയ്യുന്നു. കൗഫെ എന്ന വെർബിൽ അപ്ലൈ ചെയ്യുന്നു. ഇപ്പം ആരെ കൗഫൻ ചെയ്തു എന്ന് ചോദിക്കുക, അതിൽ ഇവിടെ ഉത്തരവുണ്ടോ? ഇല്ല. എന്തിനെ കൗഫൻ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരവുണ്ട്. എന്താ? ഐൻ ഔട്ടോ എന്നുള്ളത്. ആ ഐൻ ഔട്ടോ എന്നുള്ളതാണ് അവിടുത്തെ അക്യുസാറ്റീവ്. ഓക്കെ, ഇവിടെ എന്താണ് ഐൻ ഔട്ടോ ആയിട്ട് വന്നേക്കുന്നത്? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, കൗഫെ എന്ന് പറയുന്ന വെർബ്, ആൻഡ് ഒബ്ജക്റ്റ് കേസിലാണ് ഐൻ ഔട്ടോ എന്നുള്ളത് വന്നേക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഒബ്ജക്റ്റ് ആണ് എപ്പോഴും അക്യുസാറ്റീവായി വരുന്നത്. സോ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ആണ് എപ്പോഴും അതിലെ അക്യുസാറ്റീവ്. സോ ബൈഷ്പീൽ ടോം ഷ്രൈബ്ഡ് ഡെയിൻ ബ്രീഫ്. അവിടെ ഡെയിൻ ബ്രീഫ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്, അതായത് അക്യുസാറ്റീവ്. ജാക്ക് സ്പീൽഡ് ഗൺ ഫൂസ്ബാൾ. ഓക്കെ, അപ്പോൾ അവിടെ ഫൂസ്ബാൾ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അക്യുസാറ്റീവ്. അപ്പോൾ അക്യുസാറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. ചൂസ്.